ഒരു 1/4 കിലോ ഗ്രീൻ പീസ് 6 മണിക്കൂർ മുന്നേ പുതിർത്തി വെച്ചതാണ്. അത് കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, 5-6 വെളുത്തുള്ളി അല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയിലയോ പുതിനയിലയോ ഇട്ട് കൊടുത്തിട്ട് നന്നായി ക്രഷാക്കി എടുക്കണം. ഓവറായിട്ട് പൊടിയരുത്, ഇതുപോലെ ക്രഷായി കിട്ടണം. അതിലേക്കൊരു വലിയ ഉള്ളി, 2-3 പച്ചമുളക്, 2 ബ്രെഡ് പൊടിച്ചത്, അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞത് എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം. അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കാം. ഏത് ഷേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കണം. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്തു മാറ്റാം. ഗ്രീൻ പീസ് കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിച്ചോളും. അത്രയും നല്ല ടേസ്റ്റാണ്. മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. ചൂടോടെ കഴിക്കണമെങ്കിൽ നോമ്പ് മുറിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഫ്രൈ ആക്കി എടുത്താൽ മതി.